ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് പരിശോധിക്കുന്നത്. എപ്പിസിൽ ടു ദി ഹീബ്രൂസ്. ബൈബിളിലെ 58-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിൽ 19-ാമത്തെ പുസ്തകം. ഇതുവരെ പഠിച്ച ലേഖനങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ കാണുകയാണെങ്കിൽ, റോമാലേഖനം മുതൽ 2 തെസ്സലോനിക്ക ലേഖനം വരെ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളായിരുന്നു. അതിനുശേഷം 1 തിമോത്തി മുതൽ ഫിലേമോൻ എഴുതിയ ലേഖനം വരെ മൂപ്പന്മാർക്ക് എഴുതിയ ലേഖനങ്ങളായിരുന്നു. എന്നാൽ ഇനിയുള്ള ലേഖനങ്ങൾ, അതായത് എബ്രായ ലേഖനം മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ, 8 ലേഖനങ്ങളുണ്ട്. അത് പൊതുലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പൊതുലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ, കാത്തലിക് എപ്പിസിൽസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചൊരു സഭയ്ക്കോ പ്രത്യേകിച്ചൊരു വ്യക്തിക്കോ എഴുതിയതല്ല, പൊതുവായിട്ട് എഴുതിയതാണ് എന്നുള്ളതുകൊണ്ടാണ് പൊതുലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എബ്രായർക്ക് എഴുതിയ ഒരു ലേഖനം, യാക്കോബിൻ്റെ ഒരു ലേഖനം, 1-2 പത്രോസ്, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, യൂദ എഴുതിയ ലേഖനം, ഇങ്ങനെ 8 ലേഖനങ്ങളാണ് പൊതുലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ചില ആളുകൾ എബ്രായ ലേഖനം ആ കൂട്ടത്തിൽ വരുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഏതാണെങ്കിലും ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് പ്രയോജനം ഉള്ളവയാണ്, പൊതുവായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് എന്ന് ഓർക്കുക. എബ്രായ ലേഖനത്തെക്കുറിച്ച് ആദ്യം ഓർക്കേണ്ട കാര്യം, ഈ ലേഖനം രചിച്ചത് ആരാണെന്ന് വ്യക്തമല്ല. പുസ്തകത്തിലെ തലക്കെട്ട് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പുള്ള ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് ഇന്നയാൾക്ക് എഴുതിയത്, ഇന്ന സഭയ്ക്ക് എഴുതിയത് എന്നുണ്ടായിരുന്നു. ഇനി വരുന്ന ലേഖനങ്ങളിലും യാക്കോബ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ ലേഖനം എന്നൊക്കെ ഉള്ളപ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ തലക്കെട്ടിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഓതർഷിപ്പിനെ കുറിച്ച്, എഴുത്തുകാരനെക്കുറിച്ച് സംശയം ഉള്ളതുകൊണ്ടാണ്, വ്യക്തത കുറവുള്ളതുകൊണ്ടാണ്. ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്, അപ്പല്ലോസ് എഴുതിയതാണ്, ബർണബാസ് എഴുതിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൗലോസ് അപ്പോസ്തലൻ രചിച്ചതാണെന്നുള്ളതാണ് കൂടുതൽ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള വാദഗതി. എബ്രായ ലേഖനം AD 70 മുമ്പ് എഴുതിയ ലേഖനമാണെന്ന് ലേഖനത്തിൽ നിന്ന് തന്നെ സൂചനയുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് അങ്ങനെ വരുന്നതെന്ന് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഈ ലേഖനം എഴുതുന്ന സമയത്ത് പുരോഹിതന്മാർ ദിവസേന ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ. എവിടെയാണ് ഇത് അർപ്പിക്കുന്നത്? യെരുശലേം ദേവാലയത്തിലാണ്. അപ്പോൾ യെരുശലേം ദേവാലയം തകർക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത്. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടത് AD 70-ലാണ്. അപ്പോൾ AD 70 മുമ്പ് യാഗങ്ങൾ കൂടെ കൂടെ കഴിക്കുന്ന യെരുശലേം ദേവാലയം നശിക്കപ്പെടാതെ നിൽക്കുന്ന സമയത്താണ് ഈ ലേഖനം എഴുതിയത്. അപ്പം AD 70 മുമ്പാണെന്നുള്ളത് ചരിത്രത്തിലേക്ക് കയറിയാൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഓക്കെ, ഈ ലേഖനം എഴുതിയ പശ്ചാത്തലം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികളായ ക്രിസ്ത്യാനികൾ പീഡനത്തിൽ കൂടി കടന്നു പോയപ്പോൾ അവർക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഇവിടെ നമ്മൾ വായിച്ചെടുത്ത് തന്നെ കണ്ടല്ലോ, പുരോഹിതന്മാർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് ഇപ്പോൾ പൗരോഹിത്യമില്ല, യാഗപീഠമില്ല, യാഗങ്ങളില്ല, ദൈവാലയമില്ല, ആചാരങ്ങളില്ല, പെരുന്നാളുകളില്ല, ന്യായപ്രമാണമില്ല. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊന്നുമില്ല, അല്ലേ? രക്ഷിക്കപ്പെട്ട് ദൈവസഭകളിൽ എത്തുന്ന ആളുകൾക്ക് പെരുന്നാളില്ല, വെടിക്കെട്ടില്ല, മിമിക്സ് പരേഡില്ല എന്നൊക്കെ തോന്നുന്നത് പോലെ, എഴുന്നള്ളിപ്പില്ല, രൂപം എഴുന്നള്ളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകുന്നത് പോലെ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് തോന്നുകയാണ്, ഒന്നുമില്ല ഇവിടെ നിസ്സാരമായ ഈ മന്ന, അല്ലേ, ഈ ബൈബിൾ ക്ലാസ്സും പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ക്രിസ്തീയമായ ആത്മീയമായിട്ടുള്ള വലിയ പദവികളെ വില കുറച്ച് കാണുന്നു. അതാണ് നമ്മളിവിടെ കാണേണ്ടത്, അല്ലേ? വാസ്തവത്തിൽ ദൈവം നമ്മളെ അജ്ഞതയിൽ നിന്ന്, പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് ഉന്നതമായ ആത്മീയ നിലകളിലേക്കാണ് ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം പെട്ടെന്ന് അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കഷ്ടത പെരുകി വന്നതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ച് പിന്മാറ്റത്തിൽ പോകാനായിട്ട്, തിരികെ യഹൂദ മതത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു പ്രവണതയിലാണ് അവർ നിന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഞാനത് ലേഖനത്തിൽ നിന്ന് തന്നെ തെളിയിക്കുന്നതിനായിട്ട് ചില വാക്യങ്ങൾ പറയാം.
2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ ഒഴുകിപ്പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുവാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടരുത്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയാത്തവർ നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കണം. 5-11 നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ 5-12-13 വാക്യങ്ങളിൽ കട്ടിയായ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും പ്രാപ്തിയായിട്ടില്ല, പാൽ മാത്രമാണ് കഴിക്കാനായിട്ട് കഴിയുന്നത്. 6-1-2 വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യ വചനം വിട്ട് മുന്നേറാൻ കഴിയാത്ത ആളുകളായിട്ട് മാറിയിരിക്കുന്നു. 6-12 മന്ദതയുള്ളവർ. 6-12 നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പം മന്ദത ഇവരെ ബാധിച്ചിരിക്കുന്നു. ഇവർ ഒഴുകി പോകാനായിട്ട് തയ്യാറായിരിക്കുന്നു. ഇവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം വേണ്ട, പാല് മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ചാലോ എന്നൊക്കെ പാപത്തിൻ്റെ ചതിയിൽപ്പെട്ട് ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഈ തെറ്റുകളെയൊക്കെ തിരുത്തിയിട്ട് അവരുടെ മനസ്സുകളെ ഉണർത്തിയിട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലൊരു മോശമായ സ്ഥലത്തല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത, അതാണ് ലേഖനകർത്താവ് വെച്ചു കൊടുക്കുന്നത്. അവരെ ബോധ്യപ്പെടുത്തുകയാണ് ക്രിസ്തു ആരാണ്, ഇവൻ എത്ര മഹാനാണ് എന്ന് നോക്കുക, ഇവൻ്റെ ശുശ്രൂഷ നോക്കുക. ഈ ആളുകൾ കൂടെ കൂടെ കഴിക്കുന്ന യാഗം പോലെയല്ല, ഒരിക്കലായിട്ട് അർപ്പിച്ച യാഗം കൊണ്ട് അവൻ എന്നേക്കും നിങ്ങൾക്ക് വിടുതൽ തന്നിരിക്കുകയാണ്. ആ ശ്രേഷ്ഠത അവരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഏതാണെങ്കിൽ ഈ ലേഖനം വായിക്കുമ്പോൾ ലേഖനകർത്താവിൻ്റെ ആശയസമ്പുഷ്ടതയും അതുപോലെ തന്നെ ആഖ്യാന രീതിയും പ്രത്യേകം പ്രശംസനീയമാണ്. മനസ്സിലായല്ലോ? ആശയസമ്പുഷ്ടത, ആഖ്യാന രീതി, ഇത് രണ്ടും പ്രത്യേകം പ്രശംസനീയമാണ്. തളർന്നിരിക്കുന്ന മനസ്സുകളെ ഉത്തേജിപ്പിക്കുവാനും ഉണർത്തുവാനും അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്നുള്ള അസംഷനിലാണ് ഞാൻ പറയുന്നത്. ചെയ്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെന്നൊന്നും അല്ല പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അങ്ങോട്ട് കൊടുക്കുകയാണ്. യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ തേജസ്, യേശുവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം, അതുകൊണ്ട് അവരെ നിറയ്ക്കുക. 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. 2:9 വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അവൻ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി ഞാൻ കാണുന്നു, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. 12:2 വന്നപ്പോൾ യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. 7:4 വന്നപ്പോൾ പറഞ്ഞു ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. അപ്പൊ എത്ര മഹാനാണെന്ന് സംശയം ഉണ്ടെങ്കിൽ 7:26 പറയുകയാണ് അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെ ഒരാളുടെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതേണ്ട. എന്ന് മാത്രമല്ല, രണ്ടാമതായിട്ട് ഈ ലേഖനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു, വി ഹാവ് നത്തിങ് അല്ലേ? നഷ്ടപ്പെട്ടവരെന്താ പറയുന്നത്? വി ഹാവ് നത്തിങ് എന്നാണ്. എന്നാൽ ലേഖനകർത്താവ് പറയുന്നത് വി ഹാവ് നമുക്കുണ്ട്. പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. നമുക്കുണ്ട്, ആവർത്തിച്ച് 4:15 പറഞ്ഞു നമുക്കുള്ള മഹാപുരോഹിതൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ വി ഹാവ് എ ഹൈ പ്രീസ്റ്റ് എന്നാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ. വി ഹാവ് എ ഹൈ പ്രീസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ചോ? യെസ്, വി ഹാവ്, അല്ലേ? നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. 6:19 പറഞ്ഞു നമുക്ക് പ്രത്യാശയുടെ ഒരു നങ്കൂരമുണ്ട്. വി ഹാവ് ആൻ ആങ്കർ ഓഫ് ഹോപ്പ്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. നമുക്ക് അങ്ങനെ ഒരു നങ്കൂരം ഉണ്ട്. 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞു നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. വി ഹാവ്. കണ്ടോ, ഇംഗ്ലീഷിലെ വി ഹാവ് ആണ് വളരെ ബ്യൂട്ടിഫുൾ. 10:34 പറഞ്ഞു സ്വർഗത്തിൽ ഉത്തമമായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട്. വി ഹാവ് എ ബെറ്റർ സബ്സ്റ്റൻസ് ഇൻ ഹെവൻ. നമുക്കുണ്ട്. 10:34 സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ ഒരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട്. വി ഹാവ് എ ബെറ്റർ സബ്സ്റ്റൻസ്. 10:34
തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. നമുക്കുണ്ട്. 13:10 പറഞ്ഞു ഒരു യാഗപീഠം നമുക്ക് ഉണ്ട്. വി ഹാവ് ആൻ ഓൾട്ടർ. 3:14 പറഞ്ഞു വരുവാനുള്ള ഒരു നഗരം നമുക്കുണ്ട്. വി ഹാവ് എ സിറ്റി ടു കം. പുതിയ യെരുശലേം. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് യെരുശലേം ദേവാലയം പോയി എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ, വി ഹാവ്. എത്രയോ വി ഹാവ്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഇതൊന്ന് പഠിച്ചു നോക്കുക. വി ഹാവ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ക്രിസ്തു വിശ്വാസം യഹൂദ മതത്തേക്കാൾ എത്രയോ ഉന്നതമാണ്. മറ്റുള്ളവരോട് തുലനം ചെയ്യുമ്പോൾ ഇവര് സഹിച്ചത് കുറച്ച് കൂടുതലായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് അങ്ങനെ കൂടുതലൊന്നുമല്ല നിങ്ങൾ സഹിച്ചത്. 11-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 40 വരെ ഒന്ന് വായിച്ചു നോക്കിയേ, നമുക്കൊന്ന് കേൾക്കാം. അപ്പം ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. വി ഹാവ് എ ബെറ്റർ ഹോപ്പ് ആൻഡ് ബെറ്റർ തിങ്സ്. 11:36 മുതൽ 40 വരെ. വേറെ ചിലർ പരിഹാസം. അപ്പം നിങ്ങൾ സഹിച്ചതല്ലെന്ന്, നിങ്ങൾ സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹിച്ചവരുടെ ഒരു പട്ടിക. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന്. അടുത്ത വാക്യം കൂടെ വായിച്ചു. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പൊ ഈ കാര്യമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ കഷ്ടതയെക്കുറിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനകർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലേഖനത്തെ 5-ാം സുവിശേഷം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ പുതിയ നിയമം തുറന്ന ഉടനെ 4 സുവിശേഷങ്ങൾ കാണാറുണ്ട്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്നാൽ 5-ാമത്തെ ഒരു സുവിശേഷമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ കാണുന്ന 4 സുവിശേഷങ്ങൾ യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ, മനുഷ്യനായി വന്നപ്പോൾ ചെയ്ത ശുശ്രൂഷകളാണ് വിവരിക്കുന്നതെങ്കിൽ എബ്രായ ലേഖനം യേശുവിൻ്റെ സ്വർഗത്തിലെ ശുശ്രൂഷയാണ് വിവരിക്കുന്നത്. അവനിപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ശുശ്രൂഷ തീർന്നിട്ടില്ല. ഇവിടുത്തെ ചില ശുശ്രൂഷകന്മാരെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകൻ ഇപ്പോൾ സ്വർഗത്തേക്കാൾ ഉന്നതനായി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അത് നിങ്ങളൊന്ന് കാണ് എന്ന് ലേഖനകർത്താവ് പറയുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഏറ്റവും നല്ലത്, സ്വർഗീയമായത്, നിത്യമായത്. നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതാണ് നല്ലതെന്ന് കരുതുന്നത്. എന്നാൽ ഇതിനേക്കാൾ ബെറ്റർ തിങ്സ്, ഏറ്റവും നല്ലത്, ഹെവൻലി തിങ്സ്, സ്വർഗീയമായത്, നിത്യമായത്, അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് എത്രയോ പ്രാവശ്യം ആവർത്തിക്കുന്നു എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഏറെ നല്ലത് 13 പ്രാവശ്യമെങ്കിലും, 13 അധ്യായമേ ഉള്ളൂ. ഈ അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള നിലയ്ക്ക് ബെറ്റർ 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 എന്നുള്ളത് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് മെനി ടൈംസ്. ഞാൻ ചിലത് കാണിക്കട്ടെ. 1:4 ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടൻ, ജീസസ് ബെറ്റർ ദാൻ ഏഞ്ചൽസ്. 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഏറെ നല്ല പ്രത്യാശ, വി ഹാവ് എ ബെറ്റർ ഹോപ്പ്. 7:22 വി ഹാവ് എ ബെറ്റർ കവനൻറ്റ്, വിശേഷത ഏറിയ ഒരു നിയമം നമുക്കുണ്ട്. 8:6 വി ഹാവ് ബെറ്റർ പ്രോമിസസ്, വിശേഷത ഏറിയ വാഗ്ദത്തം നമുക്കുണ്ട്. 9:23 ഇവയേക്കാൾ നല്ല യാഗങ്ങൾ, വി ഹാവ് ബെറ്റർ സാക്രിഫൈസസ്. മനസ്സിലായോ? 10:34 വി ഹാവ് ബെറ്റർ സബ്സ്റ്റൻസ്, നമുക്ക് ഉത്തമമായ ഒരു സമ്പത്ത് ഉണ്ട്. 11:16 അധികം നല്ലത്, ബെറ്റർ കൺട്രി. 11:40 ഏറ്റവും നല്ലത്. 12:24 ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന പുണ്യാഹ രക്തം, ബെറ്റർ ബ്ലഡ്. സോ എവ്രിതിങ് ബെറ്റർ. ഇപ്പോൾ ഇവിടെ ഉള്ള ഏതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും മഹത്തായ കാര്യങ്ങളാണ് ക്രിസ്തുവിൽ നമുക്കുള്ളത്. അത് ഏതിനോട് തുലനം ചെയ്യുമെന്ന് നോക്കിയാൽ ഹെവൻലി. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗീയ വിളി 6:4 പറയാണ് സ്വർഗീയ ദാനം. നിങ്ങൾ അനുഭവിച്ചത് സ്വർഗീയ ദാനമാണ്. 6:4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും. ഇവിടെ എല്ലാം സ്വർഗമാണ്. സ്വർഗീയ വിളി, സ്വർഗീയ ദാനം. 7:26 സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. 8:1 സ്വർഗത്തിൽ
മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവൻ, അവനാണ് നമ്മുടെ ശുശ്രൂഷകൻ. 8:1 സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്നവനായി. 8:5 സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തം ഉണ്ട്, എല്ലാം ഹെവൻലി ആണ്. 8:5 കൂടാരം തീർക്കുവാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും. 9:23 സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബം ഉണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചതെന്ന്. 9:23 സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ. എന്നിട്ട് 9:24 പറഞ്ഞു യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പൊ അങ്ങനെ ഒരാള് നമുക്കുണ്ടോ? വേറെ ഏതെങ്കിലും ശുശ്രൂഷകൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവനുണ്ടോ എന്ന്? സി വി ഹാവ് ബെറ്റർ തിങ്സ്. ഇവിടെ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ ഹെവൻലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. 10:34 സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഇവിടുത്തെ വായിച്ചോ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടുത്തെ സമ്പത്ത് കണ്ട ആളോട് പറയാണ് ഇതിനേക്കാളൊക്കെ ഉത്തമമായ സമ്പത്ത് നിങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. 11:16 അധികം നല്ലത് സ്വർഗീയമായത്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. 12:22 സ്വർഗീയ യെരൂശലേം. 23 സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘം. നോക്കിയായിട്ടുണ്ടോന്ന്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. സ്വർഗീയ യെരൂശലേം 23 സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും. ഈ 12:25 പറയാണ് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവൻ. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ. സ്വർഗത്തിന്റെ പ്രാധാന്യം കണ്ടോ? എന്നിട്ട് 27-ാം വാക്യത്തിൽ പറഞ്ഞു 12:27 ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഏതാ ഇളകാത്ത രാജ്യം? സ്വർഗീയമായിട്ടുള്ള സ്വർഗരാജ്യം. അത് ഇളകത്തില്ല. ഇവിടുത്തെ രാജ്യങ്ങളെല്ലാം ഇളകിപ്പോകും. എന്നാൽ ഇളകാത്ത രാജ്യം, സ്വർഗരാജ്യം കണ്ടോ? അപ്പൊ അതാണ് അപ്പൊ ഇത് ഏതാണ് എന്ന് ചോദിച്ചാൽ മൂന്നാമതൊരു വാക്ക് പറയാണ് ഇറ്റേണൽ, നിത്യം. സോ ബെറ്റർ, ഹെവൻലി ആൻഡ് ഇറ്റേണൽ. മനസ്സിലായോ? ഏറ്റവും നല്ലത് സ്വർഗീയമായത്, നിത്യമായത്. നമുക്ക് നിത്യതയൊന്നും നോക്കിയാലോ. 1:8 പറഞ്ഞു നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. യുവർ ത്രോൺ ഈസ് ഇറ്റേണൽ. അല്ലേ? നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. 5:6 നാം കാണുന്നത് എന്നേക്കുമുള്ള ഒരു പൗരോഹിത്യം, അല്ലെങ്കിൽ എന്നേക്കുമുള്ള പുരോഹിതൻ, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്നു. 5:9 നിത്യരക്ഷയുടെ കാരണഭൂതൻ, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. 6:20 എന്നേക്കും മഹാപുരോഹിതൻ, എന്നേക്കും മഹാപുരോഹിതനായി. അത് 7:17 7:21 ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 7:24 മാറാത്ത പൗരോഹിത്യം, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. ഇവൻ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. 7:28 എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രൻ, എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് എന്നാണ്. 9:12 എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, ഇറ്റേണൽ റിഡംഷൻ. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പൊ നേരത്തെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ കൂടെ കഴിക്കുന്നതിന് ഒന്നും തരാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് തന്നത് എന്നേക്കുമുള്ള റിഡംഷൻ, എന്നേക്കുമുള്ള ഇറ്റേണൽ റിഡംഷൻ. 9:14 നിത്യാത്മാവിനാൽ. 15-ാം വാക്യത്തിൽ നിത്യ അവകാശം വിളിക്കപ്പെട്ടവർക്കും. 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും, ഇറ്റേണലി, അനന്യൻ, മാറ്റമില്ലാത്തവൻ. അല്ലേ? എന്നേക്കും മാറ്റമില്ലാത്ത യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. 13:20 നിത്യ നിയമം, ഇറ്റേണൽ കവനന്റ്, നിത്യ നിയമത്തിന്റെ. 21-ാം വാക്യത്തിൽ എന്നേക്കും മഹത്വം, ഇറ്റേണൽ ഗ്ലോറി. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇങ്ങനെ ഇറ്റേണൽ നോക്കിയാൽ ഇഷ്ടം പോലെ കിടക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഈ പുസ്തകത്തിന്റെ ചിന്ത. ഏറ്റവും നല്ലത് സ്വർഗീയമായത്, നിത്യമായത്. ഏത് വേണമെന്ന്? താഴേക്കിടയിലുള്ളത് വേണോ, ഈ ഭൂമിയിലുള്ളത് വേണോ, നശിച്ചു പോകുന്നത് വേണോ എന്ന്? അപ്പം നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ ആഗ്രഹിക്കുമ്പോൾ എബ്രായ ലേഖനം ഒന്ന് വായിക്കണം. ഏറ്റവും നല്ലത് സ്വർഗീയമായത്, നിത്യമായത്. അപ്പം മന്ദതയ്ക്കും പിന്മാറ്റത്തിനുമുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠതയൊന്ന് കാണുക, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പണ്ട് പഴയ നിയമത്തിലൊക്കെ പഠിച്ച ചില കാര്യങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിച്ചത് അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ എന്നാണ്. 7:18 മീഖ 7:18 വായിച്ചു നിന്നോട് സമനായവൻ ആരുള്ളൂ. അപ്പോൾ ദൈവത്തോട് സമനായ, പുത്രനോട് സമനായവൻ ആരുമില്ല. അവൻ്റെ മഹത്വം ഭൂമിയുടെ അറ്റങ്ങളോളം ചെല്ലുന്നതാണ്. അത് പ്രവചനം പറഞ്ഞതാ, പക്ഷേ ഇത് അവിടെ യാഥാർത്ഥ്യമായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് എബ്രായർ 7:14 ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മീഖ 5:4
7:18 നമ്മളത് കാണുന്നത്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അപ്പോൾ യേശു ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനായിരിക്കുകയാണ്. അവനോട് സദൃശനായിട്ട് ആരും ഇല്ല. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകത്തിൽ പറയുകയാണ്, ഇവൻ എത്ര മഹാനെന്ന് കാണുക, നോക്കുക എന്ന്. അപ്പോൾ ഇതാണ് എബ്രായ ലേഖനത്തിൽ യേശുവിനെ ഉയർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. മീഖ നമുക്ക് വായിക്കാം 5:4. എന്നാൽ അവൻ നിന്നു യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയ്ക്കും. അവർ നിർഭയം വസിക്കും. അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകും. 7:18, 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഈ വാക്യങ്ങൾ കാണേണ്ടതാണ്. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. കണ്ടപ്പോ യേശുക്രിസ്തുവിനോട് സമനായിട്ട് ആരുമില്ല. ഇവൻ എത്ര മഹാൻ, അവന്റെ മഹത്വം ഭൂമിയുടെ അറ്റങ്ങളോളം ഉള്ളതാണ്. ഈ കാര്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അല്ല യേശു എന്തോ കുറഞ്ഞ ആളാണ്, യേശു തന്നതൊക്കെ എന്തോ താഴേക്കിടയിലുള്ളതാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വേറെ ഇതിനു വേണ്ടി ആഗ്രഹിക്കും. എനിവേ ഈ പുസ്തകത്തിന് ആകെ 13 അധ്യായങ്ങളാണുള്ളത്. ഈ 13 അധ്യായങ്ങളെ പഠന സൗകര്യത്തിനായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 8:5 വരെ, 8:6 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 18 വരെ, 10:19 മുതൽ 13:25 വരെ. ഇങ്ങനെയാണ് തിരിക്കുന്നത്. വിഷയം പറയാം. 1:1 മുതൽ 8:5 വരെ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത, സുപ്പീരിയോറിറ്റി ഓഫ് ദി പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ആദ്യത്തെ 8 അധ്യായങ്ങൾ. 8:6 മുതൽ 10:18 വരെ പറയുന്നത് സുപ്പീരിയോറിറ്റി ഓഫ് ദി പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. അത് ഏറ്റവും നല്ലതും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഉടമ്പടിയും കൊണ്ടാണ് യേശു വന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ആൻഡ് ഇറ്റ് ഈസ് ന്യൂ. അതിനെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. 10:19 മുതൽ 13-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ പറയുന്നത് സുപ്പീരിയോറിറ്റി ഓഫ് ദ ലൈഫ്, ഈ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഔന്നത്യം, സുപ്പീരിയോറിറ്റി ഓഫ് ദ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഈ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠമായിട്ട് നിർവഹിച്ച ശുശ്രൂഷയിൽ വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തേക്കാൾ എത്രയോ ഉന്നതമാണ്. നമുക്കിത് ഓരോന്നും ഒന്ന് അല്പം കൂടെ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെയാണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയി ആ കാര്യങ്ങളൊക്കെ കാണണം. എങ്കിലും ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. കാരണം ദൈവം പല പ്രവാചകന്മാർ വഴിയൊക്കെ അരുളി ചെയ്തെങ്കിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. 1:4 നമുക്ക് വായിക്കാം. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീർന്ന് അവരെക്കാൾ ശ്രേഷ്ഠനായി. 1:4 അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. 3:3 യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ, മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 8-9 യേശു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. 5:4 യേശു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ നോക്കിയാൽ പ്രവാചകന്മാരെക്കാൾ, ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, യോശുവയേക്കാൾ, അഹരോനേക്കാൾ, ഇതൊക്കെയാണ് കൈമമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ആരാ? ഈ യഹൂദ വിശ്വാസികൾ, ഇപ്പോൾ കഷ്ടതയിലിരിക്കുന്നവർ ഇതൊക്കെയാണ് വലുതെന്ന് കരുതുന്നെങ്കിൽ യേശു ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്നാദ്യം കാണുക. ഈ അധ്യായങ്ങൾ പരിശോധിച്ചാൽ മതി, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ. കൺസിഡർ ദിസ് ജീസസ്. 3:1 വായിച്ചാട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഞാൻ ഈ പുസ്തകം വെച്ചുകൊണ്ട് യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു 30 പ്രത്യേകതകൾ എനിക്ക് എഴുതിയെടുക്കാൻ സാധിച്ചു. അത് കൂടുതലുണ്ട് കേട്ടോ. ആ 30 പ്രത്യേകതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്നാമത് 2-ാം വാക്യത്തിൽ 1:2 പറഞ്ഞു അവൻ ദൈവപുത്രനാണ്. ആ വാക്യത്തിൽ തന്നെ പറഞ്ഞു അവൻ സകലത്തിനും അവകാശിയാണ്. അതേ വാക്യത്തിൽ പറഞ്ഞു അവൻ മുഖാന്തരമാണ് ലോകത്തെ ഉളവാക്കിയത്. വീണ്ടും പറഞ്ഞു യേശു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. 3-ാം വാക്യത്തിൽ പറഞ്ഞു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവൻ, മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരുന്നവൻ. അത് വായിക്കാതെ പോകുന്നത് എങ്ങനെയാ? അതുകൊണ്ട് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു വിട്ടാലോ? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം
നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ, ദൈവപുത്രൻ, ഓക്കെ, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. സകലത്തിനും അവകാശിയായി. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്രയും, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്, സകലത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയവൻ, ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും. വലതുഭാഗത്തിരുന്നവൻ. ഇനി നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 6-ാം വാക്യത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, 2:10 അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന രക്ഷാനായകൻ, 1:9 നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന രാജാവ്, അവന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം പ്രാപിച്ചവൻ, 1:12 നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല, 1:11 നീ നിലനിൽക്കും, ഭൂമിയും അതിൻ്റെ ആകാശവും പഴകിപ്പോകും, അവയെല്ലാം നശിക്കും, 2:9 മഹത്വവും ബഹുമാനവും അണിഞ്ഞവൻ, 2:10 സകലത്തിനും ലാക്കും കാരണഭൂതനും, 2:15 പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചവൻ, 17 പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്തനുമായ മഹാപുരോഹിതൻ. 15, 16, 17 എന്ന് വായിച്ച 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിടത്തെടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ 18-ാം വാക്യത്തിൽ പറഞ്ഞു പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ. 3:1 അപ്പോസ്തലനും മഹാപുരോഹിതനും. 3:2 തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ. 3:6 ദൈവഭവനത്തിനൊക്കെയും അധികാരിയായ പുത്രൻ. 4:14 ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. 4:15 നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ, തത്സമയത്ത് കൃപ നൽകുന്നവൻ. 5:6 മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ. 5:8-9 കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായവൻ. 5:9 എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ. 7:25 നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. 12:2 വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. 13:8 ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. 13:5 നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തവൻ. 13:20 ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. ഇങ്ങനെ 30 കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു. ഈ 30 മഹത്വമാണ് ആർക്കുള്ളത്? യേശു. എന്നിട്ട് ആ യേശുവിനെ നോക്കിയിട്ടാ പറയണത് മോശമെന്ന്. ആരാ പറയുന്നത്? ഈ കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ ഇരുന്ന് പുറകോട്ട് പോകാനിരിക്കുന്ന ആളുകൾ. അപ്പൊ അവരുടെ മനസ്സൊക്കെ ഈ യേശുവിനെ കണ്ടപ്പോൾ, അതാ പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കാൻ. എന്നിട്ട് നിങ്ങളുടെ ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. ഇതാണ് ആദ്യത്തെ 8 അധ്യായങ്ങൾ. പിന്നെ നമ്മൾ 8-ന്റെ 6 മുതൽ 10-ന്റെ 18 വരെ വായിക്കുമ്പോൾ ഈ യേശു നിവർത്തിച്ച ഒരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്, ഇല്ലേ? അത് ഏറ്റവും പുതിയതും ഏറ്റവും നല്ലതുമാണ്. അതിനേക്കാൾ ബെറ്ററായിട്ട് ഇതിനൊരു ശുശ്രൂഷ ആർക്കും നിവർത്തിക്കുവാൻ കഴിയുകയില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമാണ്. 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നു. 13-ാം വാക്യം വായിക്കുമ്പോൾ പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഒന്നാമത്തേത് കുറവുള്ളതായിരുന്നു, എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പഴയതും ജീർണിച്ച് നീങ്ങിപ്പോയതുമാണ്. 8-ന്റെ 6 പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ നിയമം നമുക്ക് നൽകി. അവന് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശേഷതയേറിയ വാഗ്ദത്തവും വിശേഷതയേറിയ ശുശ്രൂഷയും. യേശുവിന്റെ ശുശ്രൂഷ വിശേഷതയേറിയ ശുശ്രൂഷയാണ്. എന്താ അതിന്റെ പ്രത്യേകത? 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. പഴയ നിയമം പോയെന്ന് ഒരു പുതിയ നിയമം ചെയ്യുന്ന
കാലം വരും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇതിപ്പോ അരുളി ചെയ്തതല്ല, യിരെമ്യാവ് 31 മുതലുള്ള വാക്യങ്ങളിൽ കിടക്കുന്ന കാര്യമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോടൊരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. പക്ഷേ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വന്നപ്പോൾ അവർക്ക് അത് മനസ്സിലായില്ല ഇത് ആരാണെന്നുള്ളത്. അതുകൊണ്ട് പുതിയ നിയമപ്രകാരം ഒരു പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂടാരം ഉണ്ടായത്, അല്ലേ, പഴയ നിയമ കാലഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമപ്രകാരം ഒരു പുതിയ കൂടാരം തുറന്നു. അതിനെക്കുറിച്ചാണ് 9-ാം അധ്യായത്തിൽ പറയുന്നത്. 9:11 കൈപ്പണി അല്ലാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂടാരത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന കൂടാരത്തില് വന്ന ആരെങ്കിലും വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും കയറിയിട്ടുണ്ടോ? ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് പുരോഹിതന്മാർ വന്നു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം എവിടെ ചെന്നു? അതിവിശുദ്ധ സ്ഥലത്ത്. എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? ദേഹം എന്ന തിരശ്ശീലയൊക്കെ ചിന്തി ലേഖനം വായിച്ചു നോക്കണം നിങ്ങൾ. പിതാവിന്റെ സന്നിധിയിലേക്ക് ജീവനുള്ള പുതുവഴി തുറന്നു. എന്നിട്ട് പറയുകയാണ്, ഇത്ര നാൾ പ്രാകാരത്തിൽ മാത്രം നിന്ന് അകത്തേക്ക് കയറി ഒന്നും കാണാത്ത ആളുകൾ പരിമിതി ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൂടെ വരാനും ഒക്കെ അതിനുള്ള വലിപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൈപ്പണിയല്ലാത്തതായി വലിപ്പമേറിയ തികവേറിയ ആരെയും തള്ളിക്കളയാത്ത ഒരു വലിയ കൂടാരം ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിച്ചപ്പോൾ പറയാണ്, ഇത് വേണ്ട, ഞങ്ങൾക്ക് പഴയത് മതിയായിരുന്നെന്ന്. എത്ര മോശമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് 11-ാം വാക്യം ഓർക്കുക, കൈപ്പണി അല്ലാത്തതായി പുതിയ നിയമപ്രകാരം ഒരു പുതിയ കൂടാരം. ആ കൂടാരം കൈപ്പണിയല്ല, അത് വലിപ്പമുള്ളതാണ്, അത് തികവേറിയതാണ്. അത് മാത്രമല്ല, പുതിയ നിയമം മുദ്രയിട്ടിരിക്കുന്നത് നല്ലതും പുതിയതുമായ ഒരു യാഗത്താലാണ്. പണ്ട് കൂടെ കഴിച്ച യാഗം അതിനൊന്നും സാധിക്കാതിരുന്നപ്പോൾ 9:23 സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾക്ക് ആവശ്യം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. കണ്ടോ, സ്വർഗീയമായ ഒരു കൂടാരമാണെങ്കിൽ ഒരു സ്വർഗീയമായ യാഗം വേണം. ആ യാഗം ആരാ അർപ്പിച്ചത്? 9:26 സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 9:26 അങ്ങനെയാകയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പാപപരിഹാരം വരുത്തുവാൻ. കാരണം ഇതുവരെ കൂടെ കഴിച്ചിട്ട് എന്ത് വന്നില്ല? പാപപരിഹാരം വന്നില്ല. എന്നാൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 28-ാം വാക്യത്തിൽ പറഞ്ഞു, 9:28 അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, ഇനി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനായി. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന്? കൂടെ അർപ്പിക്കണോ അതോ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടവനെ വേണോന്ന്? ഒരിക്കൽ അർപ്പിക്കപ്പെട്ടവനെ മതിയെങ്കിൽ അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇനി അർപ്പണമല്ല വേണ്ടത്, അവന്റെ വരവിനായിട്ട് ഒരുങ്ങി അവനായിട്ട് കാത്തിരിക്കുക. അപ്പം പുതിയ നിയമം, പുതിയ കൂടാരം, പുതിയ യാഗം ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അർപ്പണമാണ്, ശുശ്രൂഷയാണ്. ഇതിന് വീണ്ടും പറയുകയാണ്, ഈ പുതിയ നിയമം നമ്മുടെ രക്ഷ ഉറപ്പാക്കുന്നു. മറ്റേതിനാ നിശ്ചയം ഉണ്ടായിരുന്നില്ല. ദിസ് സെറ്റിൽസ് ഫോർ എവർ അവർ സാൽവേഷൻ. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം ഒരിക്കലായിട്ട് അർപ്പിച്ചു. 10:10 അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടാനായി പണിയൊക്കെ നടത്തുന്നതിനാൽ കർത്താവിന്റെ യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവെന്നല്ല പറഞ്ഞത്, വരുത്തിയിരിക്കുന്നു. എന്നിട്ട് 18-ാം വാക്യത്തിൽ പറയാണ്, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. എന്നാൽ അവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പിന്നെ എന്തിനാന്ന് യാഗം കഴിക്കാൻ പോകുന്നതെന്ന്? കൂടെ യാഗം കഴിക്കാൻ പോകുന്നത് എന്തിനാ? ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. എത്ര ഉന്നതമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവ് നിർവഹിച്ചതെന്ന് ഈ അധ്യായങ്ങൾ വിവരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഫൈനൽ പാർട്ട്, അവസാനത്തെ ഭാഗത്ത്
10:19 മുതൽ 13 അവസാനം വരെ പറയുന്നത് ഈ ശ്രേഷ്ഠനായ യേശുക്രിസ്തു നിവൃത്തി ചെയ്ത് ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷ അനുഭവിച്ചിട്ട് ആ യേശുവിൽ വിശ്വസിച്ചിട്ട് ഈ കൃപയിലേക്ക് വന്ന ആളുകളുടെ ക്രിസ്ത്യ ജീവിതം എത്ര ഉന്നതമാണ്, എത്ര ശ്രേഷ്ഠമാണ്, അതൊന്ന് കാണാൻ. 19-ാം വാക്യത്തിൽ അതുകൊണ്ട് ഏതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ യേശു ശ്രേഷ്ഠനാണ്, യേശുവിന്റെ ശുശ്രൂഷ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാൻ. എന്തിനാ അകന്ന് നിൽക്കുന്നത്, എന്തിനാ പ്രാകാരത്തിൽ നിൽക്കുന്നതെന്ന് ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ കേട്ടായിരുന്നു. ഈ പ്രാകാരം വിട്ട് മുന്നോട്ട് പോകാത്ത ആളുകളെ എപ്പോഴും പ്രാകാരത്തിൽ നിന്ന് യാഗം കഴിക്കാൻ തിക്കും തിരക്കും കൂട്ടുന്നത്. മുമ്പോട്ട് പോകണ്ടേന്ന്, അടുത്ത് വരാൻ, എങ്ങോട്ട്? കൃപാസനത്തോടെ. ദൈവം പ്രത്യക്ഷപ്പെടുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അടുത്ത് ചെല്ലുക. പക്ഷെ അതിന് എന്ത് വേണം? 22-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. അതുകൊണ്ട് ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ഈസ് ഫെയ്ത്ത്. വിശ്വാസികൾക്ക് ഫെയ്ത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല, അതാ കുഴപ്പം. മനസ്സിലായോ? വിശ്വാസം എന്താണെന്നുകൊണ്ട് 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു. എന്താ വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്നിട്ട് ആ അധ്യായം മുഴുവൻ പറയുന്നത് ബൈ ഫെയ്ത്ത്. മനസ്സിലായോ? വിശ്വാസത്താൽ. അപ്പൊ ഈ ദൈവത്തെ പ്രസാദിപ്പിച്ചവരും ശുശ്രൂഷകൾ നിവർത്തിച്ചവരും എല്ലാം ഇത് ചെയ്തത് എങ്ങനെയാ? ബൈ ഫെയ്ത്ത്. അതിന്റെ എല്ലാം കൂടെ ഒരു ആകത്തുക 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വായിച്ചാട്ടെ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ ഇപ്പൊ നീ കാണുന്നത് നോക്കിക്കൊണ്ടിരിക്കേണ്ടെന്ന് മനസ്സിലായോ? വിശ്വാസത്താൽ നിങ്ങൾ കണ്ണുകൾ ഉയർത്തിയിട്ട് വരാനിരിക്കുന്നത്, ആശിക്കുന്നത്. എന്തായി വരാനിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർത്തോ? പാപം കൂടാതെ അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അല്ലേ? അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, ഇനി അർപ്പിക്കപ്പെടലില്ല. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം കൂടാതെ അവനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കണം. പാപത്തോടുകൂടി ഇരിക്കാനൊക്കെയല്ല, പാപം കൂടാതെ. അതിന് വിശ്വാസത്തിന്റെ ധൈര്യം വേണം. വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി ബൈ ഫെയ്ത്ത് നമ്മൾ അബ്രഹാം ചെയ്തതുപോലെ, ഇസ്ഹാക്ക് ചെയ്തതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ 11-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് വായിക്കണം. എന്നിട്ട് 12-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അവനെ നോക്കാൻ, അല്ലേ? അവന്റെ ആ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ കണ്ണെവിടെ ആയിരിക്കണം? അടുത്ത വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അപ്പൊ അവന്റെ മുഖത്തേക്ക് നോക്കി അവനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ, പുറകോട്ടല്ല ഓടേണ്ടത്, മുന്നോട്ട്. താഴോട്ട് വായിച്ചാൽ കയ്യോ എല്ലാം കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഉളുക്കി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കി മുമ്പോട്ട് ഓടണം. പിന്നെ പിന്നോട്ട് പോകാൻ എന്താ കാര്യം എന്നറിയാവോ? ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ട് പോകാൻ എന്താ കാര്യം? 4-ാം വാക്യത്തിലുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത്. നമ്മളീ നോക്കുമ്പോൾ കാണുന്നവൻ പാപമില്ലാത്തവനാ. അവൻ അല്ലേ? അവൻ പാപമില്ലാത്തവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പവിത്രൻ, സ്വർഗത്തെ എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നോ? അപ്പൊ അവന് പാപമില്ലെങ്കിൽ നമ്മളും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, അല്ലേ? അങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. അപ്പൊ പിന്നെയും പാപം വരികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാ താവോട്ട് പറഞ്ഞത്? കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിന് ബാലശിക്ഷ. 7-ാം വാക്യം 12:7 നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ. അപ്പൊ അങ്ങനെ ഉണ്ട്. അതായത് സ്നേഹം എന്ന് പറയുന്നത് ശിക്ഷയിലൊന്നും വിചാരിക്കരുത്. നമ്മൾ ഈ തെറ്റൊക്കെ ചെയ്ത് പാപത്തിൽ തന്നെ കിടന്ന് കറങ്ങുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ബാലശിക്ഷ തരും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം?
എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ ഈ പുറകോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? ഈ ശുദ്ധീകരണത്തിൽ പാപരാഹിത്യത്തിൽ മുന്നേറാൻ കഴിയാത്തത് കൊണ്ടാ അല്ലേ? അതുകൊണ്ട് നമ്മൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ നമ്മുടെ കണ്ണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിൻ്റെ മുഖത്ത്. അങ്ങനെയാണെങ്കിൽ ഫൈനലായിട്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതവും ആരാധനയും ക്രമത്തിലാക്കണം. മനസ്സിലായോ? നമ്മുടെ പ്രോബ്ലം നമ്മുടെ ജീവിതം ക്രമത്തിലല്ല, ഒന്നാമത് ആരാധന ക്രമത്തിലല്ല. ആരെ ആരാധിക്കേണ്ടത്, എങ്ങനെ ആരാധിക്കേണ്ടത്, അതെല്ലാവരും ശ്രദ്ധിക്കണം. 12-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾ ആരാധന ക്രമീകരിക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. എനിക്കത് മുഴുവൻ ഇപ്പോൾ വിവരിക്കാൻ സമയമില്ല. 28 മാത്രം ഞാനൊന്ന് വായിപ്പിക്കട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 28 മാത്രം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടിയാണോ പോകുന്നത്? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർഷിപ്പ്, ആരാധിക്കുക എന്നാ. എങ്ങനെ ആരാധിക്കണം? ദൈവത്തിന് പ്രസാദം വരുമാറ് ആരാധിക്കണം. മനസ്സിലായോ? എങ്ങനെങ്കിലും നിങ്ങൾക്ക് പ്രസാദം വരുന്ന പോലെ ആരാധിച്ചാൽ പോരാ. ഇപ്പം നമ്മുടെ ആരാധനകളുടെയൊക്കെ പ്രശ്നം അതാ, എല്ലാവർക്കും ഒരു പ്രസാദവും സംതൃപ്തി ഉണ്ടാകണം. നോ, ദൈവത്തിന് പ്രസാദം വരുമാറ്. നേരത്തെ പലരുടെയും യാഗം കർത്താവ് സ്വീകരിക്കാതിരുന്നൊക്കെ എന്തുകൊണ്ടാ? അതിൽ പ്രസാദിക്കാത്തത് കൊണ്ടാ. അപ്പം ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ ആരാധിക്കണം. എന്നിട്ട് ജീവിതം ക്രമീകരിക്കണം. 13-ാം അധ്യായം ജീവിതം ക്രമീകരിക്കുന്നതിനെ കുറിച്ചാണ്. 13-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വേണം സഹോദരപ്രീതി നിലനിൽക്കണം, അതിസൽക്കാരം ആചരിക്കണം, തടവുകാരെ ഓർക്കണം, വിവാഹം നിർമ്മലമായിരിക്കണം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കണം, നിങ്ങളെ ആത്മീയമായിട്ട് നടത്തിയവരെ ഓർക്കണം. യേശുക്രിസ്തു അനന്യനാണ്. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. നിങ്ങൾ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. നാം നമ്മുടെ വാഗൊണ്ട് അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മെ നടത്തുന്നവർക്ക് കീഴടങ്ങി അനുസരിക്കണം, പ്രാർത്ഥിക്കണം, സകലത്തിലും നല്ലവരായിട്ട് നടക്കണം. 13-ാം അധ്യായത്തിൻ്റെ 18-19 വായിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. പിന്നെ ഒരു ആശീർവാദം കൂടെ പറഞ്ഞാണ് ഈ ലേഖനം തീർന്നേക്കുന്നത്. ഇതെല്ലാം വിവരിക്കാൻ സമയം പോരാ. ഇതെല്ലാം നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പോയി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സർവേയുടെ ലിങ്ക് കണ്ട് ഈ അധ്യായങ്ങളുടെ പഠനം ഫോളോ ചെയ്യുക. ഫൈനലി നമ്മൾ ഈ എബ്രായ ലേഖനം പഠിച്ചു തീരുമ്പോൾ ഒരു കാര്യം പറയാതെ പോയാൽ ശരിയാവുകയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ലേഖനം 5 ശക്തമായ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. അതുകൂടെ ഞാൻ പറയാം കേട്ടോ. കാരണം ഈ താക്കീതുകളെല്ലാം ദൈവവചനത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവവചനം നമ്മൾ അനുസരിക്കണം, ദൈവവചനത്തെ സംശയിക്കരുത്, ദൈവവചനം വിട്ട് പിന്മാറരുത്, ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കണം. കാരണം വചനം മാത്രമാണ് നിത്യം. ആളുകൾ മാറിപ്പോകും, ഈ ലോകം മാറിപ്പോകും, ഭൂമിയും അതിൻ്റെ പൂർണ്ണത എല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ വചനത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. അതുകൊണ്ട് ഈ താക്കീതുകൾ കൂടെ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ താക്കീത് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ്. എങ്ങനെ തെറ്റി ഒഴിയും, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഒന്നാമത്തെ മുന്നറിയിപ്പ് എങ്ങനെ തെറ്റി ഒഴിയും. അപ്പോൾ അവിടെ നമ്മളോട് പറയുന്നത് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം അനുസരിക്കുക എന്നുള്ളതാണ്. 2-ാമത്തെ മുന്നറിയിപ്പ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകരുത്. 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ
14 വരെ. വചനത്തെ സംശയിക്കരുത്. ഡോണ്ട് ഡൗട്ട് ദ വേർഡ്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. അപ്പൊ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാനായിട്ട് നാം അന്യോന്യം പ്രബോധിപ്പിക്കണം. നെവർ ഡൗട്ട് ദ വേർഡ്. ദാറ്റ് ഈസ് സെക്കൻഡ്. 3, 6 അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങൾ. നല്ല ഫലം കായ്ക്കണം. പലപ്പോഴും പെയ്ത മഴയൊക്കെ കുടിച്ചിട്ട് നല്ല ഫലം കായ്ക്കണം. മുള്ളും പറക്കാരെയും ഒക്കെ മുളപ്പിക്കുകയാണെങ്കിൽ ചുട്ടുകളയുകയാണ് അതിൻ്റെ അന്ത്യം. അതുകൊണ്ട് ഡോണ്ട് ഡിപ്പാർട്ട് ഫ്രം ദ വേർഡ്, സ്റ്റിക്ക് ഓൺ ടു ദ വേർഡ്. വായിക്കാം 6 അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങൾ. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ട് കളയുകയത്രേ അതിൻ്റെ അവസാനം. അപ്പോൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 4-ാമത്തേത് 10 അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളാണ്. മനഃപൂർവ്വം പാപം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വീണ്ടും എതിരികളെ ദഹിപ്പിക്കുവാൻ ഒരു കോപാഗ്നി മാത്രമേ ഇരിക്കുന്നുള്ളൂ. സോ ബിലീവ് ദ വേർഡ്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. അപ്പം അതാണ് 4-ാമത്തെ മുന്നറിയിപ്പ്. 5-ാമത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പ് 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലുണ്ട്. 25 മുതൽ 28 വരെ വായിച്ചോണം. അരുളി ചെയ്തവനെ നിരസിക്കരുത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുക. മനുഷ്യരിലല്ല ആശ്രയിക്കുക. അതെല്ലാം ഇളകിപ്പോകും. എന്നാൽ മാറ്റമില്ലാത്തത്, ഇളക്കമില്ലാത്തത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ആ വചനത്തിൽ ആശ്രയിക്കുക, അത് അനുസരിക്കുക. അതുകൊണ്ട് 5 മുന്നറിയിപ്പുകൾ. വചനം അനുസരിക്കണം, വചനത്തെ സംശയിക്കരുത്, വചനം വിട്ട് പിന്മാറരുത്, വചനം വിശ്വസിക്കണം, വചനം മാത്രമാണ് നിത്യം. സോ ഒബേ ദ വേർഡ്. ഈ ഒരു മുന്നറിയിപ്പോടുകൂടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പിന്മാറ്റത്തിലേക്ക് പോകുവാനോ ഇതിനേക്കാൾ കേമമായിട്ട് വേറെന്തോ ഉണ്ടെന്നോ ഒക്കെ വിചാരിക്കുകയാണെങ്കിൽ ദയവായിട്ട് ഒരു പ്രാവശ്യം കൂടെ എബ്രായ ലേഖനം പഠിക്കുക. തീർച്ചയായിട്ടും യേശു ആണ് ഏറ്റവും ശ്രേഷ്ഠൻ. അവനേക്കാൾ ശ്രേഷ്ഠൻ ആരുമില്ല. ഇവനെത്ര മഹാനെന്ന് നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ, പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.